ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാത്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്കതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് അതിനകത്തുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് I=PNR%, അല്ലേ? അല്ലെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, I=PNR/100. R% എന്നുള്ളതിന്റെ 100 ഇട്ട് കൊടുത്തതാണ്. I=PNR/100. ഇത് പഠിച്ചു വെച്ചേക്കുക. എന്താണ് പ്രിൻസിപ്പിൾ, അല്ലെ? നമ്മളിപ്പം ഒരു ബാങ്കിൽ നമ്മളൊരു ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെ? അതൊക്കെയാണ് എത്ര എമൗണ്ട് ആണോ നമ്മൾ ലോൺ, അല്ലെങ്കിൽ എത്ര രൂപയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്, അതാണ് പ്രിൻസിപ്പിൾ. എന്നു പറഞ്ഞാലോ നമ്പർ ഓഫ് ഇയേഴ്സ്, അല്ലെ? എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. അതെപ്പോഴും വർഷം മാത്രമല്ല, നമുക്ക് മാസങ്ങൾ വിടാം, അതേപോലെ നമുക്ക് ഡേയ്സ് വിടാം. ഡേയ്സും മാസങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ ഇടുമ്പം അത് ഇയറിലേക്ക് ആക്കിയിട്ട് വേണം ഇടാൻ, അല്ലെ? അതായത് 1 year = 12 months ആണ്. അപ്പം 1 month എന്ന് പറയുന്നത് എന്താ? 1/12 year. അപ്പം ഒരു ക്വസ്റ്റ്യനിൽ 9 monthsലേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? 9/12 എന്ന് എഴുതാം. ഇനിയിപ്പോൾ 75 ഡേയ്സിലേക്കാണ് ഇട്ടെന്ന് പറഞ്ഞാലോ, നമുക്കറിയാം 1 year = 365 days. So 1 day will be equal to 1/365 year, അല്ലെ? ഇപ്പോൾ ഒരു 75 ഡേയ്സിലേക്കാണ് ഇട്ടെങ്കിൽ 75/365 എന്ന് വേണം എന്നിടാൻ. ക്ലിയർ ആണല്ലോ? ഇനി ആർ എന്താ? റേറ്റ് പേഴ്സൺ, അല്ലെ? റേറ്റ് പെർ സെന്റ് പെർ ആനം. ഒരു വർഷത്തേക്ക് 100 റുപ്പീസിന് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും, അതാണ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ് 12% ആണ് റേറ്റ് എന്നുണ്ടെങ്കിൽ 1 ഇയറിലേക്ക് 100 റുപ്പീസിന് 12 റുപ്പീസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? അതാണ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കുക, അതാണ് നമുക്ക് അത് വെച്ച് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനുകളും ചെയ്യാം, അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് I=PNR/100. ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. എന്താ? നമ്മളിപ്പം ഒരു ലോൺ എടുത്തു, അല്ലെ? 3 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുത്തു. 3 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്താ തിരിച്ചടയ്ക്കുന്നത്? നമ്മൾ ഇൻട്രസ്റ്റ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. ഇൻട്രസ്റ്റും അതേപോലെ പ്രിൻസിപ്പിളും, അല്ലെ? മുതലും പലിശയും നമ്മൾ തിരിച്ചടയ്ക്കുന്നു. അതാണ് ഫൈനൽ എമൗണ്ട്. A= പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ഈ രണ്ട് ഇക്വേഷൻ മതി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഞാൻ ജസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു നമുക്ക് രണ്ടും പഠിക്കാനുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമുക്ക് ആവശ്യമാണ്. മെയിൻ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാൽ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ പ്രിൻസിപ്പിൾ സെയിം ആണ്, അല്ലെ? നമ്മളിപ്പോ ഒരു 10,000 റുപ്പീസ് നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഇട്ടു, അല്ലെ? ഇപ്പൊ 10% 3 വർഷത്തേക്ക് ആദ്യത്തെ വർഷം ഇതിന് ഒരു പലിശ കിട്ടും, അല്ലെ? അടുത്ത വർഷവും അതേ പലിശ, അതായത് അടുത്ത വർഷവും പ്രിൻസിപ്പിൾ ഇത് തന്നെ 10,000 10% സെക്കൻഡ് ഇയറിൽ, അതേപോലെ തേർഡ് ഇയറിൽ, അല്ലെ? അപ്പൊ എല്ലാ പ്രിൻസിപ്പിളും എന്താണ്? 3 വർഷവും പ്രിൻസിപ്പിൾ സെയിം ആണ്. അതേപോലെ 3 വർഷവും ഇൻട്രസ്റ്റും സെയിം ആണ്, അല്ലെ? ഇപ്പൊ നമുക്ക് 3 വർഷത്തെ ഇൻട്രസ്റ്റ് 150 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എല്ലാ വർഷവും സെയിം ആണ്, അല്ലെ? 3 വർഷത്തെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ നമുക്കുണ്ടെങ്കിൽ 5 വർഷത്തെ കണ്ടുപിടിക്കാം. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊരു 100 റുപ്പീസിന് 10% റേറ്റിൽ കോമ്പൗണ്ടിൽ ഇടുമെന്ന് വെച്ചോ. ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ്, അല്ലെ? 10% നമുക്ക് 10 രൂപ കിട്ടി, അല്ലെ? അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പിൾ അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പിൾ എന്തായി? 110, അതായത് കൂട്ടുപലിശ, അല്ലെ? പലിശയ്ക്കും പലിശ കിട്ടുന്നു. നമ്മൾ 100 റുപ്പീസ് ആണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 110 കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിൽ പറഞ്ഞു സെക്കൻഡ് ഇയറിൽ ആ 100 തന്നെയാണ് പ്രിൻസിപ്പിൾ, അല്ലെ? പക്ഷെ കോമ്പൗണ്ടിന്റെ കേസിൽ എന്താണ്? പ്രിൻസിപ്പിൾ എന്താണ്? 100ഉം ആ 10ഉം കൂടെ കൂട്ടി 110 ആണ്. ഈ 110 റുപ്പീസിനാണ് നമ്മൾ 10% ഇവിടെ കാണുന്നത്, അല്ലെ? അടുത്ത വർഷമാകുമ്പോൾ ആ പലിശയും നമ്മുടെ ഈ മുതലിന്റെ കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൂടും, അല്ലെ? അതായത് പ്രിൻസിപ്പിള് ഓരോ വർഷവും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കോമ്പൗണ്ടിന്റെ കേസിൽ നമുക്കിപ്പോ 3 വർഷത്തെ ഇൻട്രസ്റ്റ് 150 ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 150 ആണെന്ന് നമുക്ക് 1 ഇയറിലെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവിടെ. ഓക്കെ, അതായത് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുകയല്ല എന്നർത്ഥം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ പ്രിൻസിപ്പിൾ എല്ലാ വർഷവും സെയിം ആണ്. 3 വർഷത്തെ നമുക്ക് ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ I=PNR/100, അതേപോലെ amount = പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക.
അപ്പൊ ഇത് തന്നെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതേപോലെ N, R, P ഏത് ചോദിച്ചാലും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ആൻസർ സോൾവ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what would be the simple interest obtained on a sum of rupees 15,000 at the rate of 6% per annum after 5 years? 5 വർഷത്തേക്ക് ഒരു 15,000 rupees ഒരാൾ ഇട്ടു അല്ലെ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടു. അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടുന്ന അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആണെന്ന് എന്താ ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I is equal to PNR by 100. P എന്താ 15,000 into 6 into 5 by 100. ക്ലിയർ അല്ലേ? കട്ട് ചെയ്യുക, 0 കട്ട് ചെയ്യുക. സോ 150 into 30 that is 4,500 rupees ആണ് ഇൻട്രസ്റ്റ്. ഇനി എമൗണ്ട് എന്താ 15,000 plus 4,500. ഏതാണ് ചോദിക്കുന്നത് ക്ലിയർ ആയിരിക്കണം. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്, അതുകൊണ്ട് 4,500. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what would be the simple interest obtained on a sum of rupees 22,500 at the rate of 12% per annum after 3 months? കണ്ടോ, 3 monthsന് ശേഷമുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? I is equal to PNR by 100. അതേ ഇക്വേഷൻ തന്നെ. P യുടെ സ്ഥാനത്ത് എന്താ 22,500 into N ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? 3/12. ക്ലിയർ ആണ്? 3 months ആണ്. So 3 month equal to 3/12 year അല്ലെ, അല്ലെങ്കിൽ 1/4 year. ഓക്കെ, ഇൻറ്റു എന്ത് എഴുതണം? റേറ്റ് എത്ര? 12/100. സോൾവ് ചെയ്താൽ പോരായോ? ഓക്കെ, ഇതിവിടെ കട്ടായി പോയി. 0 കട്ട് ചെയ്തു. 225 into 3 അല്ലെ, 15, 7, 6. 675 rupees ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Reshma took a loan of rupees 5,000 from a bank at 8% simple interest. How much should she pay back after 3 years? 3 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കും അല്ലെ? എന്താ ചോദിക്കുന്നത്? എമൗണ്ട് ആണ് ചോദിക്കുന്നത്. 3 വർഷം കഴിഞ്ഞ് എന്താണ് തിരിച്ചടയ്ക്കുന്നത്? ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 5,000 into 8 into 3/100. സോൾവ് ചെയ്തേ. ഇറ്റ് ഈസ് 400 into 3, 1,200 ആണ് ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെ. ഇനി നമ്മുടെ എമൗണ്ട് കണ്ടുപിടിക്കുക. എമൗണ്ട് എത്രയാണ്? 5,000 plus 1,200. ദാറ്റ് ഈസ് 6,200 rupees. ഓക്കെ ആണോ? അപ്പം എന്താണ് ചെയ്യുന്നത്? നേരത്തെ 2 ദിവസം സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിച്ചു, ഇവിടെ എമൗണ്ട് ചോദിച്ചു. ഓക്കെ ആണല്ലോ. Next question. In how many years a sum of rupees 400 will become rupees 560 at 4% simple interest rate? എത്ര വർഷം കൊണ്ടാണ് a sum അല്ലെ, ഒരു തുക 400 rupees നമ്മളൊരു ബാങ്കിൽ ഇട്ടാൽ അത് 560 ആകുന്നത്? ക്ലിയർ ആയിരിക്കണം. അത് ഇൻട്രസ്റ്റ് അല്ല പറയുന്നത്. എന്താ നമ്മൾ പറയത്തില്ലേ, ഒരു 100 rupees ഇട്ടാൽ അത് ഇരട്ടിയാകും അല്ലെങ്കിൽ 200 ആകും എന്ന് പറഞ്ഞാൽ അത് എമൗണ്ട് ആണ് അല്ലെ. അപ്പൊ എന്താ ഇവിടെ പ്രിൻസിപ്പിള് 400, എമൗണ്ട് ആണ് 560. അത് ക്ലിയർ ആണ്. പെട്ടെന്ന് നമ്മളത് ഇൻട്രസ്റ്റ് ആണ് വിചാരിക്കരുത് അല്ലെ. എന്തെങ്കിലും കൂടി നിൽക്കുമല്ലേ, 400നെക്കാട്ടി കൂടി ഒരു എമൗണ്ട് അല്ലേ നിൽക്കുന്നത്. ഓക്കെ, അപ്പം 560 ആയി എന്ന് വെച്ചാൽ അത് എമൗണ്ട് ആണ്. സോ ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് അല്ലെ. 560 minus 400 that is 160 ഇൻട്രസ്റ്റ് വരും. ഇനി നമ്മുടെ ഇക്വേഷനിൽ ഇട്ടാൽ പോരായോ? റേറ്റ് 4% ഉണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ അല്ലെ. എന്ത് ചെയ്യണം? അതേ ഇക്വേഷൻ I is equal to PNR by 100 എന്നുള്ള ഇക്വേഷൻ. ഒന്നി നിങ്ങൾക്ക് എന്നിന്റെ ഇക്വേഷൻ ആദ്യമേ ഇവിടെ നിന്ന് ഇക്വേറ്റ് ചെയ്ത് എന്നിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇത് by 1 എന്നുള്ള രീതിയിലല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ I into 100 equal to PNR. ഇനി ഇവിടെ നമുക്ക് n ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ എന്നിന്റെ ഇക്വേഷൻ എഴുതിയാൽ എന്ത് വരും? ഈ PUR ഇവിടെ വന്ന് ഡിവിഷൻ ആവും അല്ലെ. that is I into 100 by P into R. ക്ലിയർ ആണോ? I യുടെ വാല്യൂ 160 into 100 by P എത്ര? 400. അത് മാറിപ്പോവല്ലേ, പ്രിൻസിപ്പിൾ 400 ആണ്. 400 into R എത്ര? 4. സീറോസ് കട്ട് ചെയ്യാം. ഈ 4ഉം 16 കട്ട് ചെയ്തു. ബാക്കി 10 അല്ലെ. 10
ഇയേഴ്സ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കട്ട് ചെയ്താലും അത് ഓക്കെയാണ് കേട്ടോ. 160 ഈക്വൽ ടു 400 ഇൻറ്റു n ഇൻറ്റു 4/100. ഓക്കെ, കട്ട് ചെയ്യാം. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരും, ഈ ഒരു വരുന്ന സമയത്ത് ന്യൂമറേറ്റർ നമുക്ക് കട്ട് ചെയ്താം അല്ലെ. കോമൺ ഉള്ളത് ന്യൂമറേറ്റർ കട്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിനോമിനേറ്റർ കട്ട് ചെയ്യാം അല്ലെ. ക്രോസ് ആയിട്ടുള്ളത് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അത് നോക്കിയാൽ മതി. അത് ഓർത്തത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വേഗം എല്ലാം കട്ട് ചെയ്ത് കളയാം അല്ലെ. ഇവിടെ ഒരു 10 വന്നു. സോ n ഈക്വൽ ടു 10 ഇയർ. ക്ലിയർ ആണോ? അപ്പൊ ശ്രദ്ധിച്ചോണം, 400 റുപ്പീസ് 560 ആയി എന്ന് പറഞ്ഞാൽ അത് എമൗണ്ട് ആണ്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള n ആണ്. നമ്മൾ ഇതേ ഇക്വേഷനിൽ തന്നെ ഇട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The simple interest on a sum of money is 4/9th of the principal. The number of years is equal to rate percent. Find the rate percent. എന്താ പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4/9th of principal ആണ് അല്ലെ. അതേപോലെ പറഞ്ഞു നമ്പർ ഓഫ് ഇയേഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് പെർസെന്റ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റും ഈക്വൽ ആണ്, അതായത് വാല്യൂ വൈസ് ഈക്വൽ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ n 3 വർഷത്തേക്കാണ് ഇടുന്നതെങ്കിൽ റേറ്റ് 3% എന്നൊരർത്ഥത്തിൽ. ക്ലിയർ ആണല്ലോ? അതായത് വാല്യൂ വൈസ് നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് പെർസെന്റും ഈക്വൽ ആണ്. ഫൈൻ റേറ്റ് പെർസെന്റ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇക്വേഷൻ. I is equal to PNR ഇട്ടാൽ മതി. I is equal to PNR/100 അല്ലെ. I എത്ര വരും? 4/9 P എന്ന് കൊടുക്കുക അല്ലെ. 4/9 P ഈക്വൽ ടു P ഇൻറ്റു നമുക്ക് R കണ്ടുപിടിക്കാനുള്ളതാണ്. ഞാൻ N-നും R-നും R എന്ന് കൊടുക്കുന്നു. സോ R ഇൻറ്റു R സ്ക്വയർ എന്നായി. R²/100. സോൾവ് ചെയ്യാമല്ലോ. ഈ പിയും ന്യൂമറേറ്ററിലാണ്, അത് കട്ട് ചെയ്തു. സോ R² വിൽ ബി ഈക്വൽ ടു 400/9 അല്ലെ. ദാറ്റ് ഈസ് R വിൽ ബി ഈക്വൽ ടു 20/3. റൂട്ട് ഓഫ് 400/9 അല്ലെ. റൂട്ട് ഓഫ് 400/9 ആണ് R എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 20/3. ഇനി നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് ആക്കാം. അതായത് ഞാൻ രണ്ടും പറയാം. അതായത് ഈ മിക്സഡ് ഫ്രാക്ഷനെ തിരിച്ചാക്കാൻ അറിയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം 1/2. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുന്നത് എങ്ങനെയാ? 2 into 1 അല്ലെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ന്യൂമറേറ്ററുമായിട്ട് ആഡ് ചെയ്യുക അല്ലെ. 2 into 1 2, 2 plus 1 3, 3/2. ക്ലിയർ ആണോ? അതുകൊണ്ട് ഈ ഓപ്ഷൻ കിടക്കുന്ന 6 2/3 ഒന്ന് മാറ്റിയേ. എങ്ങനെയാ ചെയ്യുന്നത്? 6 2/3, 6 into 3 18 plus 2 20, 20/3. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? 20/3 62/3% ആണ്. ഒന്നി നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓപ്ഷനുകളെ, ഈ മിക്സഡ് ഫ്രാക്ഷൻ ഓപ്ഷനുകളെ മാറ്റി നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇതും കൂടെ പറയാം. അതായത് ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനെ എഴുതുന്നത് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. 20യെ നമ്മൾ 3 കൊണ്ട് സാധാ ഡിവിഷൻ പോലെ ചെയ്യുക. എന്താ? 6 18 2 റിമൈൻഡർ കിട്ടുന്നത് വരെ ചെയ്യുക. എന്നിട്ട് എന്താ എങ്ങനെയാ ചെയ്യേണ്ടത്? കോഷ്യന്റ് എഴുതുക ആദ്യം. അതായത് ഇവിടെ അല്ല നമുക്ക് ആൻസർ എഴുതുക. ദെൻ എന്താ? അതാണ് കോഷ്യന്റ്. ആൻസർ എന്താന്ന് ഇവിടെ നമ്മൾക്ക് മേലെ കിട്ടത്തില്ല ആൻസർ. അത് കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ. ക്ലിയർ ആണോ? ആൻസർ കിട്ടിയത് 6, റിമൈൻഡർ വന്നത് 2, ഡിവൈസർ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്ത് അതുകൊണ്ട് എഴുതുക 2/3%. ക്ലിയർ ആണോ? ഇതൊന്ന് ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മളൊരു ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ആക്കുന്നതാണ്. സാധാ പോലെ ഡിവിഷൻ ചെയ്യുക. കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ 6 2/3%. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇവിടെ റേറ്റ് എന്ത് കിട്ടി? 62/3% എന്ന് കിട്ടി. ഇനി ഞാനൊരു കാര്യം, ഇപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നു. ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരുന്നു ചോദിച്ചതെങ്കിൽ എങ്ങനെ ചെയ്യാമായിരുന്നു? നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് എന്നും 6 ഈക്വലാ. അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് 62/3 ഇയേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി ഇതിനെ ഒന്ന് ഇയറിലും മന്തിലും ആക്കി ഒന്ന് ആൻസർ പറഞ്ഞേ. കാരണം ഓപ്ഷൻ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഓപ്ഷൻ 6 years 4 months, 6 years 8 months, 6 years 3 months, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരും അല്ലെ. അപ്പം ഇപ്പൊ ഇവിടെ റേറ്റ് ചോദിച്ചുകൊണ്ട് 62/3%. നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ പറയും 62/3 ഇയർ, കാരണം ആ വാല്യൂസ് ഈക്വൽ ആണ്. ഇനി
ഈ 6/2/3 പറഞ്ഞ ഈ ഓപ്ഷനിലുള്ള ഇതുപോലെ ഒന്ന് മാറ്റിയേ. എങ്ങനെ എഴുതാം? 6/2/3 കഴിഞ്ഞാൽ 6 + 2/3 ഇയർ ആണ് അല്ലേ? നമുക്കറിയാം 1 ഇയർ എന്ന് പറഞ്ഞാൽ 12 months ആണ്. ദാറ്റ് ഈസ് 2/3 ഇയർ എന്ന് പറഞ്ഞാൽ 2/3 into 12. കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി. ദാറ്റ് ഈസ് 6 year 8 months. ക്ലിയർ ആണോ? നമ്മളിപ്പോ ഈ പറഞ്ഞതിനകത്താണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ 6 ചോദിച്ചാൽ 62/3%, നമ്പർ ഓഫ് ഇയേഴ്സ് ചോദിച്ചാൽ എന്താണ് 62/3 ഇയർ എന്ന് നമ്മൾ പറയുന്നു. അതിനെ കൺവേർട്ട് ചെയ്യാം. 1 year 12 months ആണ്. സോ 2/3 year 2/3 into 12 അല്ലെ 6 year 8 months എന്ന് വരും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The simple interest on a certain sum is 1/8 of the sum when the number of years is equal to half of the rate % per annum. Find the simple interest on rupees 15,000 at the same rate of simple interest for 8 years. Okay. Simple interest on a certain sum I is equal to 1/8 of P ആണ് അല്ലെ? സം നമ്മുടെ P ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് n ഈക്വൽ ടു r/2 ആണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. നേരത്തെ പോലെ തന്നെ വേറെ റിലേഷൻ എന്നേ ഉള്ളൂ അല്ലെ? സോ ഐയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 1/8 of P എന്ന് എഴുതാം ഈക്വൽ ടു P ഇൻറ്റു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ നോക്കിയേ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ rupees 15,000 അറ്റ് ദ സെയിം റേറ്റ് ഓഫ് സിമ്പിൾ. അപ്പൊ റേറ്റ് ആണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആറെന്ന് എന്നിനും നമ്മൾ ആറെന്ന് തന്നെ കൊടുക്കണം അല്ലെ? അപ്പൊ എന്നിന് നമുക്ക് എങ്ങനെ എഴുതാം? r/2 അല്ലെ? എന്നിന്റെ സ്ഥാനത്ത് r/2 എന്ന് എഴുതി, പിന്നെ ഒരു r/100. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ട് n 6 കൊടുത്തു? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വേരിയബിൾ r-ന് x എന്നുള്ള വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ രണ്ട് എങ്ങനെ x/2 x അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് r കണ്ടുപിടിക്കാനുള്ള ഞാൻ r എന്ന് കൊടുത്തു. n-ന്റെ സ്ഥാനത്ത് എന്നിട്ട് r/2 എന്ന് ഇട്ടു. ഓക്കെ. കട്ട് ചെയ്തേ. p ക്യാൻസൽ ചെയ്തു. സോ 8ഉം ഇവിടെ ക്യാൻസൽ ചെയ്യാം. r² ഈക്വൽ ടു ഇതിവിടെ കട്ട് ചെയ്താൽ 4 ആയി. 100/4 അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 100 into 1 equal to 4 into r². That is r² is equal to 100/4. r is equal to എന്ത് വരും? 10/2. That is 5% എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണം. Find the simple interest on rupees 15,000 at the same rate of simple interest for 8 years അല്ലെ? So 15,000 into 5 into 8/100 കണ്ടുപിടിക്കുക. 0 കട്ട് ചെയ്യാം. 150 into 40. 15 into 4 60. 6,000 rupees ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഈസ് 1/4 of the sum അല്ലെ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1/4 സം ആണ്. Then the interest rate % per annum is 4 times the number of years. അതായത് r is equal to എന്താ 4 times n ആണ്. റേറ്റ് എന്ന് പറയുന്നത് n-ന്റെ 4 ഇരട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. If the rate of interest is increases by 2%, then what will be the simple interest on rupees 5,000 for 3 years? Okay, നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. പിന്നെന്താണ് ഇവിടെ ഇൻട്രസ്റ്റിന് ഒരു ചേഞ്ച് പറയുന്നുണ്ട്. അപ്പൊ പുതിയ റേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻട്രസ്റ്റ് കാണുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടെ p ഓക്കെ പ്രിൻസിപ്പൽ. സോ നമ്മുടെ ഇക്വേഷനിൽ 1/4p ഈക്വൽ ടു p ഇൻറ്റു എന്നിന് വരെ എന്ത് കൊടുക്കണം? നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാനുള്ളത് എന്നിന്. ഇവിടെ r is equal to 4n എന്നാണ്. സോ n is equal to നമുക്ക് r/4 എന്ന് കൊടുക്കാം അല്ലെ? ദാറ്റ് ഈസ് r/4 ഇൻറ്റു r/100. ഓക്കെ. കട്ട് ചെയ്യാമല്ലോ. p കട്ട് ചെയ്തു. 4ഉം 4ഉം കട്ട് ചെയ്തു. That is r² equal to 100 and r equal to 10 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? മറന്നു പോരുതണ്ട. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ് ബൈ 2%. 2% കൂടെ കൂടി അല്ലെ? അപ്പൊ പുതിയ r എന്ത് വന്നു? 12% വന്നു. അപ്പൊ ആ 12% ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ്. I is equal to 5,000 into 3 into 12/100. സോൾവ് ചെയ്യാമല്ലോ. സോ ദാറ്റ് ഈസ് 5 into എന്തോരും 12 into 3 36 അല്ലെ? 50 into 36. 36 into 5 30. 15 8 1,800 rupees എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പം ഇവിടെയും I is equal to PNR എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അവിടെ പറഞ്ഞ ഇടയ്ക്ക് 2 സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ?
അപ്പോൾ ഓർത്തോളൂ, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ എമൗണ്ട് അല്ലെ, എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ കുറച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.